അങ്ങനെ മടി പിടിച്ചതേ ഓണത്തിന് ശേഷം ഇപ്പോഴാണ് കേട്ടോ ഒന്ന് ജിമ്മിന് പോകാൻ തുടങ്ങിയത്. ആകെപ്പാടെ ആഴ്ച 2 ദിവസമൊക്കെയാണ് പോകുന്നത്. എല്ലാ ദിവസമൊന്നും പോകാൻ സാധിക്കത്തില്ല, ഒരു മടിയുമാണ്. അങ്ങനത്തെ ഒന്ന് എങ്ങനെയോ ഒക്കെ പോയിട്ടുണ്ട്. അപ്പോൾ ചെന്നപ്പോഴത്തേക്കും വലിയൊരു സന്തോഷമായി. കാര്യം അവർ ചോദിച്ചത് ഇതാ നല്ല രീതിയിൽ വെയിറ്റ് ലോസ് ആയിട്ടുണ്ടല്ലോ, വീട്ടിൽ തന്നെ വർക്കൗട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. സത്യം പറഞ്ഞാൽ ഒരു മാസത്തേക്ക് ഒന്നും ചെയ്യുന്നില്ലായിരുന്നു കേട്ടോ. എങ്ങനെയൊക്കെ ഒരു മടി പിടിച്ച് ഇവിടെ പതിയെ ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് വരുന്നേ ഉള്ളൂ. പിന്നെ ചിലർ പറയും വീട്ടിലെ പണിയെടുത്താൽ പോരെ, എന്തിനാ ഇങ്ങനെ ജിമ്മിലൊക്കെ പോയി. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ മൊത്തത്തിൽ നമ്മുടെ ഈ ലോകത്തിലെ സ്ത്രീകളെല്ലാം തന്നെ ഒന്ന് മെലിഞ്ഞിരിക്കണം അല്ലേ. കാര്യം വീട്ടിലെ പണികളും പിള്ളേരുടെ കാര്യങ്ങളും ഒക്കെ നോക്കി ഏറ്റവും കൂടുതൽ പണി ചെയ്യുന്നത് സ്ത്രീകളാണ്. അപ്പോൾ അതിനൊരു വിലമതിക്കാനാവുന്നില്ലെന്നേ ഉള്ളൂ എല്ലാവർക്കും. അതിന് എത്ര പൈസ കൊടുത്താലും മതിയാവാത്ത പണികളാണ്. അപ്പോൾ എന്തായാലും ഈ വർഷം അവസാനിക്കാറായി. അപ്പം 2025 ഡയറ്റ് തുടങ്ങാനിരുന്നവരെല്ലാവരും ഇന്ന് തുടങ്ങാൻ നാളെ തുടങ്ങാമെന്ന് പറഞ്ഞ് ഇങ്ങനെ ഇനി 2 മാസം കൂടി ഉള്ളൂ നമ്മുടെ ഈ വർഷം കടന്നു പോകാൻ. അപ്പോൾ അടുത്ത വർഷമെങ്കിലും ഒന്ന് നന്നാവണമെന്നുണ്ടെങ്കിൽ ഇപ്പോഴേ ഒന്ന് മനസ്സിൽ വിചാരിച്ച് സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങിക്കോ കേട്ടോ. നമുക്ക് എന്നും ഈ ഒരു പ്രചോദനം നൽകാൻ മാത്രമേ പറ്റത്തുള്ളൂ. മനസ്സിൽ ഉറപ്പിച്ച് തീരുമാനം എടുക്കേണ്ടത് ഡയറ്റ് ചെയ്യേണ്ടവർ തന്നെയാണ്. അപ്പോൾ എന്തായാലും ഉഷാറല്ലേ, അടുത്ത ഡയറ്റ് നമുക്ക് സ്റ്റാർട്ട് ചെയ്താലാ. ഇന്നലെ എനിക്ക് പേഴ്സണൽ മെസ്സേജ് വരുന്നുണ്ടായിരുന്നു, അടുത്തൊരു ചലഞ്ച് കൂടി സ്റ്റാർട്ട് ചെയ്തോ, കാര്യം ഞങ്ങൾക്കതൊരു മോട്ടിവേഷനാണ് എന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇൻഷാ അല്ലാഹ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അഭിപ്രായങ്ങൾ മസ്റ്റായിട്ട് നിങ്ങളുടെ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ടാറ്റാ ബൈ, സീ യു.